ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തേർഡ് സെമസ്റ്ററിലെ മൊഡ്യൂൾ 1, അത് ഗ്രാമർ ആൻഡ് യൂസേജിലെ മൊഡ്യൂൾ 1 ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പോൾ ടോട്ടൽ 5 മൊഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മുതലേ നമ്മുടെ ഒരു ഗ്രാമർ റിവിഷൻ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളിതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് കേട്ടോ, കാരണം ബേസിക് ആയിട്ടുള്ള പാസ്സാവാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 1 ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഫോം ക്ലാസ് ആൻഡ് ഫംഗ്ഷൻ ക്ലാസ്സസ് വേർഡ്സ് എന്ന് പറയുന്നത് ചാപ്റ്ററിന്റെ പേര്. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇതിന്റെ ബേസിക് കാര്യങ്ങൾ നോക്കുന്നു, പഠിക്കുന്നു. അത് കഴിഞ്ഞാൽ ഇതിന്റെ എക്സസൈസ് നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു എക്സാമിനെ പോലെ ഒരു ഫിയർ മാറിക്കിട്ടും. കാരണം നമ്മൾ ആ ഒരു ആക്ടിവിറ്റീസും കൂടി നമ്മളൊന്ന് ചെയ്യുമ്പോൾ റെഡിയാവും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ചിലപ്പോൾ നമ്മുടെ തേർഡ് സെമസ്റ്റർ എക്സാം വരികയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ സിഗ്നേച്ചേഴ്സ്, ഇതേപോലെ സമ്മറി, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമായിട്ട്, ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സിഗ്നേച്ചേഴ്സ് ഇനി ലാസ്റ്റ് മൊഡ്യൂളിൽ, തേർഡ് മൊഡ്യൂളിൽ 2-3 ചാപ്റ്റേഴ്സും കൂടി ഉള്ളൂ പെൻഡിങ്ങിൽ. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നേച്ചേഴ്സ് ഫുൾ നമ്മൾ റിവിഷൻ കഴിഞ്ഞു. കുറേ പേര് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചോദിച്ച് വീഡിയോ ചെയ്യുമെന്നൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് കഴിഞ്ഞാൽ അതും ഇതിൻ്റെ ഒപ്പം അപ്ലോഡ് ചെയ്യണതായിരിക്കും കേട്ടോ. ഇനി നിങ്ങൾക്ക് അത് ഇതുവരെ കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ, ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ലിങ്ക് എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിത് മാക്സിമം ഷോർട്ടാക്കി എടുക്കാൻ ശ്രമിക്കും. കാരണം എന്താ വെച്ചാൽ ഗ്രാമർ ആയ കാരണം ചിലപ്പോൾ ബോറിംഗ് ആവാൻ ചാൻസ് ഉണ്ട്. അത് കാരണം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടി ലെങ്ത്ത് വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ വേണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഞാൻ റിവിഷനൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഗ്രാമർ എളുപ്പത്തിൽ പഠിക്കാൻ ഒരു ടിപ്പ് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ, ഒരു ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് ഫുള്ള് കേൾക്കുക. എന്നിട്ട് ഇതിൽ നിങ്ങളിത് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് കേട്ടത് റിവൈൻഡ് ഓർത്തെടുക്കാൻ പറ്റണമെന്ന് നിങ്ങൾ ശ്രമിക്കുക. എന്നിട്ടൊരു പേപ്പറിൽ ഒന്ന് എഴുതിയെടുക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മ നിൽക്കും. അതുപോലെ തന്നെ എക്സാമിൽ നിങ്ങൾ മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓരോ ക്വസ്റ്റ്യനും എടുത്തു കഴിഞ്ഞ് അത് നല്ല രീതിയിൽ വായിച്ചിട്ട് എഴുതുക. കാരണം ഗ്രാമർ എക്സാം ഒക്കെ പെട്ടെന്ന് തീരും, അധികം എഴുതാനൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് എഴുതി തീരുന്ന എക്സാമാണ് ഗ്രാമർ. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് വീണ്ടും വീണ്ടും വായിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഹിൻഡ് ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് എഴുതാവുന്നത് എളുപ്പത്തിൽ പാസ്സാവാനും അതേപോലെ എളുപ്പത്തിൽ മാർക്ക് പോകാനും ഉള്ളൊരു സബ്ജക്റ്റാണ് ഗ്രാമർ കേട്ടോ. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ ലേറ്റ് ആക്കാനുള്ള. ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് 2 വേർഡ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അതിലൊന്നാമത്തെയാണ് ഫോം ക്ലാസ് വേർഡ്സും രണ്ടാമത്തെ ഫംഗ്ഷൻ ക്ലാസ് വേർഡ്സും. അപ്പം നിങ്ങളൊരു പേജിൽ 2 സൈഡ് ഡിവൈഡ് ചെയ്തിട്ട് ഒന്ന് ഫോം ക്ലാസ്സെന്നും ഒന്ന് ഫംഗ്ഷൻ ക്ലാസ്സെന്നും എഴുതി വെക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഫോം ക്ലാസ് വേർഡ്സ് എന്നും എന്താണ് ഫംഗ്ഷൻ ക്ലാസ് വേർഡ്സ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ഫോം ക്ലാസ്സിൻ്റെ അടിയിൽ ഫോം ക്ലാസ് എന്താണെന്ന് എഴുതുക, ഫംഗ്ഷൻ ക്ലാസ്സിൻ്റെ അടിയിൽ ഫംഗ്ഷൻ ക്ലാസ് എന്താണെന്ന് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ 2 വേർഡ്സും ബേസിക് ആയിട്ടുള്ള ഗ്രാമറിലെ ടേമാണ്. ഇത് പഠിച്ചാലാണ് നമുക്ക് ഇത് എന്താണ് കാര്യം, ബാക്കി ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ ഫോം ക്ലാസ് വേർഡ്സിന് വേറൊരു പേരുണ്ട്, അതാണ് കണ്ടന്റ് വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫോം ക്ലാസ്സിൻ്റെ അവിടെ ജസ്റ്റ് ബ്രാക്കറ്റ് അല്ലെങ്കിൽ അടിയിൽ തന്നെ ഹൈഫൺ ഇട്ടിട്ട് എഴുതുക കണ്ടന്റ് വേർഡ്സ് എന്ന് കേട്ടോ. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്താണ് ഈ കണ്ടന്റ് എന്ന് പറയുന്നത്, ഒരു സംഭവത്തിൻ്റെ കണ്ടന്റ്. ഇപ്പോൾ ചില മൂവിയിലൊക്കെ നമ്മൾ പറയും തീരെ കണ്ടന്റ് ഇല്ലാത്ത മൂവിയാണ്, അല്ലെങ്കിൽ തീരെ കണ്ടന്റ് ഇല്ലാത്ത യൂട്യൂബ് വീഡിയോസൊക്കെ ഉണ്ടാവില്ലേ, അതിൽ തീരെ കണ്ടന്റ് ഇല്ലാത്ത ക്ലാസ്സാണ്, അങ്ങനെയൊക്കെ പോലെ. അപ്പോൾ എന്താണ് കണ്ടന്റ് എന്ന് പറയുന്നത്? അതായത് അതിൻ്റെ ഉള്ളിൽ അതിലെന്താണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ ചിലപ്പോൾ വല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള വല്ല കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ ഒരു മെസ്സേജ് ആയിരിക്കാം. അതിൽ അടങ്ങിയിട്ടുള്ളൊരു സാധനത്തിനാണ് ഈ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുക, എന്താണ് ഫോം ക്ലാസ്സിൻ്റെ വേറൊരു പേരാണ് കണ്ടന്റ് വേർഡ്സ്. നേരെ മറിച്ച് ഫങ്ഷണൽ ക്ലാസ്സിൻ്റെ മറ്റൊരു പേരെന്താണ്, സ്ട്രക്ചറൽ വേർഡ്സ് ആണ്. സ്ട്രക്ചർ എന്താണ് മീനിങ് ഒന്നിൻ്റെ രൂപം അല്ലെങ്കിൽ ആകൃതി, രൂപം അല്ലെങ്കിൽ ആകൃതി, അതാണ് ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഫങ്ഷണൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രക്ചറൽ വേർഡ്സ് ആണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ എന്താണ്, വേർഡ്സ് 2ആയിട്ടുണ്ട്, ഫോം ക്ലാസ്സും ഉണ്ട് ഫങ്ഷണൽ ക്ലാസ്സും ഉണ്ട്. പിന്നെ ഫോം ക്ലാസ്സിന് വേറൊരു പേരുണ്ട്, എന്താണ് കണ്ടന്റ് വേർഡ്സും. അതേപോലെ ഫങ്ഷണൽ ക്ലാസ്സിന് വേറെ എന്ത് പേര്, സ്ട്രക്ചറൽ വേർഡ്സ് എന്നും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ ഒരു ഫോം വേർഡ്സിന്, അത് ഫോം ക്ലാസ് വേർഡ്സിനെ കണ്ടന്റ് വേർഡ്സ് എന്ന് പറയുന്നത്? കാരണം അതിൽ സെമാൻറ്റിക് കണ്ടന്റ് കൂടുതലായിരിക്കും.
എന്ന് വെച്ചാൽ എന്താണ്, ഒരു മീനിങ് ഇല്ലേ, അർത്ഥം എന്നുള്ളത് കൊണ്ടുള്ള കാര്യം. അതായത് അവിടെ ആ ഒരു വേർഡ്സിൽ എന്തായിരിക്കും, മീനിങ്ങിനായിരിക്കും കൂടുതൽ പ്രാധാന്യം, അവിടെ കണ്ടന്റിനായിരിക്കും കാര്യം, ഇമ്പോർട്ടൻസ് സ്ട്രക്ചറിനല്ല. അപ്പോൾ അത് നോട്ട് ചെയ്യുക, കണ്ടന്റ് വേർഡ്സ്, ഒരു സെമാറ്റിക് വേർഡ്സ്, ആ ഒരു മീനിങ് അതിൽ കൂടുതലുള്ള കാരണം കൊണ്ടാണ് അതിനെ കണ്ടന്റ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാൻ എളുപ്പമല്ലേ അല്ലെ? കണ്ടന്റ് വേർഡ്സിൽ എന്താണ്, മീനിങ്സ് ആണ് കൂടുതലും, സ്ട്രക്ചറിന് ഇമ്പോർട്ടൻസ് ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ, നോട്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ ഒരു ഫോം ക്ലാസ് വേർഡ്സിനെ നമ്മൾ ഓപ്പൺ ക്ലാസ് വേർഡ്സ് എന്നും പറയാറുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? കാരണം ടൈം അങ്ങനെ പോകുന്നതിനനുസരിച്ചിട്ട് അതിലേക്ക് കൂടുതൽ കൂടുതൽ വേർഡ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, മോർ ആൻഡ് മോർ വേർഡ്സ് ക്യാൻ ബി ആഡഡ്. അതായത് നമുക്ക് കൂടുതൽ കൂടുതൽ വേർഡ്സ് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ വരുന്ന കാര്യങ്ങളാണ് എന്താണ്, നൗൺസ്, വേർബ്, അഡ്ജക്റ്റീവ്സ്, അഡ്വേർബ്സ്, ഇതൊക്കെ വരുന്ന ഇതിലാണ്, ഫോം ക്ലാസ് വേർഡ്സിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഫോം ക്ലാസ് വേർഡ്സ് അതിൻ്റെ ഇടയിൽ കണ്ടന്റ് വേർഡ്സ് എന്നൊക്കെ എഴുതിയിട്ടില്ലേ, അതിൻ്റെ ഇടയിൽ ഇത് എഴുതുക കേട്ടോ, നൗണ്, വേർബ്സ്, അഡ്ജക്റ്റീവ്സ് ആൻഡ് അഡ്വേർബ്സ്. അപ്പോൾ നമുക്ക് നൗണ്, വേർബ്സ്, അഡ്ജക്റ്റീവ്സ് അതൊക്കെ എന്താണെന്ന് അറിയില്ലേ? നൗൺ എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളുടെ പേര് അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പേര്, ഇതൊക്കെയാണ് നൗൺ ആയിട്ട് വരുന്നത് അല്ലേ? അതുപോലെ വേർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രിയ അല്ലെ, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന ഒരു കാര്യം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ്. ഈ അഡ്വേർബ് എന്ന് പറഞ്ഞാൽ എന്താ, വെർബിനെ വിശേഷിപ്പിക്കുന്നത് അല്ലേ? ഇതൊരു എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇത് നാലും വരുന്നത് നമ്മുടെ ഫോം ക്ലാസ് വേർഡ്സിലാണ് വരുന്നത്. ഫോം ക്ലാസ് വേർഡ്സ് ഓൾസോ നോൺ ആസ് ഓപ്പൺ ക്ലാസ് വേർഡ്സ്. കണ്ടന്റ് വേർഡ്സ്, കണ്ടന്റ് വേർഡ്സിൽ എന്താണ് മെയിനായിട്ട്, നമ്മൾ സ്ട്രക്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, കണ്ടന്റിനാണ് ഇതിൽ മീനിങ്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ഇത്രയും നിങ്ങൾ പഠിച്ചില്ലേ? ഇനി നമുക്ക് ഫങ്ഷണൽ ക്ലാസ് വേർബ്സ് നോക്കാം. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ എന്താണ്, പുതിയ പുതിയ വേർഡ്സ് ഒന്നും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? സ്ട്രക്ചറൽ വേർഡ്സിന്, സ്ട്രക്ചറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് നമുക്ക് പുതിയ പുതിയ വേർഡ്സ് ഒന്നും പെട്ടെന്ന് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇതിലെ ഗ്രാമാറ്റിക് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ്, ഗ്രാമർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പ്രസന്റ് പാസ്റ്റ് ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടായിരിക്കില്ല. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല ഒന്നും. അപ്പോൾ അതൊരു ഗ്രാമാറ്റിക് സ്ട്രക്ചറാണ് അതിനുള്ളത്. ഓക്കെ, ഗ്രാമാറ്റിക് അല്ലെങ്കിൽ സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് ആണ് അവർ തമ്മിൽ. ഒരു സെൻറ്റൻസിൽ പല പല വേർഡ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അവരുടെ സ്ട്രക്ചറൽ, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതിനെയാണ് നമ്മളിപ്പോൾ ഫങ്ഷണൽ ക്ലാസ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയില്ലേ? ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വേർഡ്സ് കാണപ്പെടുന്ന എവിടെയാണ്, ഫോം ക്ലാസ് വേർഡ്സിലായിരിക്കും. ഫങ്ഷണൽ ക്ലാസ്സിൽ നമുക്ക് അറിയാലോ, ന്യൂ വേർഡ്സ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതിൽ ലെസ് വേർഡ്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഫോം ക്ലാസ് വേർഡ്സിലാണ് ഏറ്റവും കൂടുതൽ വേർഡ്സ് ഉള്ളത്. പിന്നെ എന്താണ് പറയുന്നത് വെച്ചാൽ, ദേ സിഗ്നൽ ഹൗ കണ്ടന്റ് വേർഡ്സ് റിലേറ്റ് ടു ഈച്ച് അതർ ഇൻ എ സെൻറ്റൻസ്. അതായത് ഒരു സെൻറ്റൻസ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇതിലിപ്പോൾ രണ്ട് കണ്ടന്റ് വേർഡ്സ് വരുന്നുണ്ട്, ഒരു നൗണും വരുന്നുണ്ട്, ഒരു വെർബും വരുന്നുണ്ട് എന്ന് വിചാരിക്കുക. അവരുടെ ഇടയിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്താണ് എന്ന് കാണിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഫങ്ഷണൽ വേർഡ്സിനെ യൂസ് ചെയ്യുന്നത്. സോ കണ്ടന്റ് വേർഡ്സിന് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സിഗ്നൽ ചെയ്യാൻ അല്ലെങ്കിൽ അതെന്താണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഫങ്ഷണൽ ക്ലാസ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന വേർഡ്സ് ആണ് പ്രിപ്പോസിഷൻ, പ്രൊനൗൺസ്, ഡിറ്റർമിനേഷൻസ്, ഓക്സിലറി വേർഡ്സ്, കൺജങ്ഷൻസ്, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫോം ക്ലാസ്സിൽ എന്താണ് വരിക, നൗണ്, വേർബ്, അഡ്ജക്റ്റീവ്സ്, അഡ്വേർബ്സ് ഒക്കെ അല്ലേ? അതുപോലെ ബാക്കിയുള്ള പാർട്സ് ഓഫ് സ്പീച്ചാണ് പ്രിപ്പോസിഷൻ, പ്രൊനൗൺസിയേഷൻ. ഇപ്പൊ പ്രൊനൗൺ എന്ന് പറയുമ്പോൾ എന്താണ്, ഹി, ഷീ, ദേ, അതൊക്കെ അല്ലേ. പിന്നെ ഡിറ്റർമിനൻസ്, കൺജങ്ഷൻസ്, ഓക്സിലറി വേർബ്സ് ഒക്കെ വരുന്ന ഇതിലാണ് ഫങ്ഷണൽ ക്ലാസ് വേർഡ്സ്. ഫങ്ഷണൽ ക്ലാസ് വേർഡ്സ് ആണ് സ്ട്രക്ചറൽ വേർഡ്സ് കേട്ടോ. അത് നമുക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് ഞാൻ ഇതേപോലെ രണ്ട് കോളൊക്കെ വരച്ചിട്ട് എഴുതാൻ പറഞ്ഞത്. അപ്പൊ ഈ ഒരു ഭാഗം ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? അപ്പൊ ഇനിയും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പഠിക്കാം. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഒരു ഇൻട്രോ എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് വേർഡ്സ് ആണ്, ഒന്ന് ഫോം ക്ലാസ് എന്ന് പറയുന്നതും ഒന്ന് ഫങ്ഷണൽ ക്ലാസ് എന്ന് പറയുന്നതും. അപ്പോൾ ഗ്രാമറിലൊരു ബേസിക് ആയിട്ടുള്ള കാര്യം ഇതാണ്, ഒരു വേർഡ് കണ്ടു കഴിഞ്ഞത് ഫങ്ഷണൽ വേർഡാണോ അതല്ലെങ്കിൽ സ്ട്രക്ചർ വേർഡാണോ അല്ലെങ്കിൽ ഫോം വേർഡാണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുള്ള എളുപ്പവഴിയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. മീനിങ് ആണ് നോക്കണമെന്ന് വെച്ചെങ്കിൽ അത് ഫോം ക്ലാസ് ആയിരിക്കും അല്ലെങ്കിൽ കണ്ടന്റ് വേർഡ്സ് ആയിരിക്കും. ഇനിയിപ്പോൾ സ്ട്രക്ചറിലാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അത് ഫങ്ഷണൽ സ്ട്രക്ചറൽ വേർഡ്സ് ആയിരിക്കും. നൗണും വേർബൊക്കെ കൂടുതലായിട്ടും ഫോം ക്ലാസ്സിലാണ് വരിക. നേരെ മറിച്ച് പ്രൊനൗൺസ്, പ്രിപ്പോസിഷനൊക്കെ എന്തിലാണ് വരിക, ഫങ്ഷണൽ ക്ലാസ്സിലും. പിന്നെ ഇതിൽ വരുന്ന വെച്ചാൽ ട്രഡീഷണൽ ഗ്രാമറാണ്, അതായത് പണ്ട് കാലത്തെ ഗ്രാമർ. ഇപ്പം മോഡേൺ ഗ്രാമറും ഉണ്ട് കേട്ടോ. ട്രഡീഷണൽ ഗ്രാമർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫങ്ഷണൽ വേർഡ്സിനെ പോലെ ഫോം വേർഡ്സിനെ നമ്മൾ നേരത്തെ പറഞ്ഞു ഫോം ഇതിനൊക്കെ അതിനൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ വേർഡ്സ് കേട്ടോ, ഫങ്ഷണൽ വേർഡ്സ് അല്ല, ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ വേർഡ്സും അതുപോലെ ഫോം ക്ലാസിക്കൽ വേർഡ്സും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ
ട്രഡീഷണൽ ഇത് കേട്ടോ. ഓക്കെ, അതിൽ വരുന്നതാണ് ഈ നൗണ്, വേർബ്, കൺജങ്ഷൻസ്, പ്രിപ്പോസിഷൻ, അഡ്ജക്റ്റീവ് ഒക്കെ. പണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഡിറ്റർമിനൻസും ആർട്ടിക്കിൾസും രണ്ട് തരത്തിലായിട്ട് എടുത്തിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻസും ആർട്ടിക്കിൾസും ഒരു ഗ്രൂപ്പായിട്ടാണ് കാണുന്നത്. സോ കൺഫ്യൂഷൻ ആവണ്ട. ട്രഡീഷണൽ ഗ്രാമർ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോം ക്ലാസ് വേർഡ്സിനെയും ഫങ്ഷണൽ ക്ലാസ് വേർഡ്സിനെയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞെന്താ വെച്ചാൽ ഒരു സെൻറ്റൻസിൽ ഒരു വേർബ് എന്ത് ഫങ്ഷനാണ് കാണിക്കുന്നത്, ഒരു വേർബ് അല്ല, ഒരു വാക്ക്, ഒരു സെൻറ്റൻസിലെ ഒരു വാക്ക് എന്താണ് കാണിക്കുന്നതെന്ന് അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, അത് ഏത് കാറ്റഗറിയിലാണ് വരിക എന്ന് നമ്മൾ തീരുമാനിക്കുക. ഇനി നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവും, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടോ. ഫസ്റ്റ് വൺ, ദിസ് ഈസ് എ ഫാസ്റ്റ് ട്രെയിൻ. ഒന്നാമത്തെ. രണ്ടാമത്തെ പറഞ്ഞാൽ ഹി വാക്സ് ഫാസ്റ്റ്. ഇപ്പോൾ കോമൺ ആയിട്ട് ഈ രണ്ട് സെൻറ്റൻസിലും ഫാസ്റ്റ് എന്ന് പറയുന്നൊരു വേർഡ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫാസ്റ്റ് കണ്ടതുകൊണ്ട് നമുക്ക് ഇതിലാണ് ഈ സെൻറ്റൻസ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു ഫാസ്റ്റ് എന്ന വാക്കിൻ്റെ അത് എന്താണ് അതിൻ്റെ ഒരു റിയാക്ഷൻ, എന്താണ് അതിൽ പ്രവർത്തിക്കുന്നതെന്ന് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് കാറ്റഗറിയിലാണെന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കാം. ദിസ് ഇസ് എ ഫാസ്റ്റ് ട്രെയിൻ. ഇതൊരു വളരെ വേഗത്തിൽ ഓടുന്ന ട്രെയിൻ എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ട്രെയിൻ എന്ന് പറയുന്ന ഒരു നൗണിനെ, അതായത് ട്രെയിൻ എന്ന് പറയുന്ന നൗണിനെ ഫാസ്റ്റ് വെച്ചിട്ട് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അപ്പം നൗണിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ്, അഡ്ജക്റ്റീവ് ആണ് അല്ലേ. ഇവിടെ ദിസ് ഇസ് എ ഫാസ്റ്റ് ട്രെയിൻ എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് വിശേഷിപ്പിക്കാനാണ്, ട്രെയിനിനെ ഫാസ്റ്റ് ആണ്, വേഗതയാണ്, അപ്പോൾ ഒരു നൗണാണ്, അപ്പം അതൊരു അഡ്ജക്റ്റീവാണ്. ഇനി അടുത്തത് ഹി വാക്സ് ഫാസ്റ്റ്. അവൻ വേഗത്തിൽ നടക്കണു എന്ന് പറയുമ്പോൾ വാക്സ് പറയുമ്പോൾ ഓൾറെഡി നടക്കുകയാണ്, എങ്ങനെയാണ്, വേഗത്തിൽ. അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്നത് എന്താണ്, അഡ്വേർബാണ്. അപ്പോൾ അത് അഡ്വേർബാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നുള്ളൂ. ഇപ്പോൾ ഒരു വാക്ക് അതെന്താണ് ചെയ്യുന്നത്, ആ ഒരു സെൻറ്റൻസിൽ എന്താണ് അതിൻ്റെ റൂള് അറിഞ്ഞതിന് ശേഷം നമുക്ക് അതൊരു കാറ്റഗറി ഏതാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയാണ് ഈ ഒരു മൊഡ്യൂൾ 1. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന്, വേർഡ്സ്, അതായത് ഫോം ക്ലാസ് വേർഡ്സും ഫങ്ഷൻ ക്ലാസ് വേർഡ്സ് ഡിവൈഡ് ചെയ്തത്, അതിൻ്റെ ഡിവിഷൻസും, പിന്നെ അതേപോലെ വേർബും നൗണും കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ മിസ്റ്റേക്സോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതിൽ ആ ഒരു ഫങ്ഷണൽ ക്ലാസ് വേർഡ്സ് ആണ് സ്ട്രക്ചറൽ വേർഡ്സ് എന്ന് പറയപ്പെടുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫോം ക്ലാസ് വേർഡ്സ് ആണ് കണ്ടന്റ് വേർഡ്സ് എന്ന് പറയുന്നത്. എങ്കിൽ ചിലപ്പോൾ എന്താണ് ഫോം ക്ലാസ് വേർഡ്സും അല്ലെങ്കിൽ എന്താണ് കണ്ടന്റ് വേർഡ്സ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഫോം ക്ലാസ് വേർഡ്സ് കണ്ട അപ്പോൾ തന്നെ കണ്ടന്റ് വേർഡ്സ് അപ്പോൾ എഴുതിക്കൊള്ളണം. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് പോകാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സിഗ്നേച്ചേഴ്സിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 ചാപ്റ്റേഴ്സും കൂടി ഉള്ളൂ മൊഡ്യൂൾ 3. അത് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യണതായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. അതേപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു ഗ്രാമർ ആൻഡ് യൂസേജിന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും എല്ലാതും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉടനെ അപ്ലോഡ് ചെയ്യണതായിരിക്കും. എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റ് ഇടുകയും ചെയ്യാം. അപ്പോൾ പിൻ ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണലി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.